ഇന്ന് നമ്മൾ ബേക്കിംഗ് ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത് കേക്ക്സിനെ കുറിച്ച് മാത്രമാണ്. നിങ്ങൾ ഏവരും ഒരുപാട് നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കേക്ക്സിനെ കുറിച്ചുള്ള സംശയങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ കഴിവതും ഇത് മിസ്സാവാതെ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധയോടെ പൂർണ്ണമായിട്ടും ഈ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു സ്വീറ്റ് ഡിഷ് അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ഡെസേർട്ട് അല്ലെങ്കിൽ ഒരു സ്വീറ്റ് സ്നാക്കാണ് കേക്ക്. ഒരൊറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ കൃത്യമായിട്ട് അളന്നെടുത്തിട്ടുള്ള ചേരുവകൾ ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ റെസിപ്പിയിൽ പറഞ്ഞെടുക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അതൊരു പ്രത്യേക അല്ലെങ്കിൽ നിശ്ചിതമായിട്ടുള്ള ഊഷ്മാവിൽ ചുട്ടെടുക്കുന്ന ഒരു ഡെസേർട്ട് അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ഡിഷ്, അതാണ് കേക്ക്. അപ്പോൾ ഒരു കേക്ക് പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിൽ അളന്നെടുക്കുന്ന ചേരുവകളുടെ അളവുകൾ കൃത്യമായിരിക്കും, ശരിയായ രീതിയിൽ അത് മിക്സ് ചെയ്യുകയും അതുപോലെ തന്നെ അത് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന കേക്ക് ടിന്ന് ആ കേക്കിന് മെഷർ ചെയ്ത് മിക്സ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊള്ളാവുന്ന രീതിയിലുള്ള അളവിലുള്ളതായിരിക്കുകയും അത് ബേക്ക് ചെയ്യുന്ന അതിൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഊഷ്മാവ് കൃത്യമായിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു ബേക്കിംഗ് അല്ലെങ്കിൽ നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ശരിയായ രീതിയിൽ നമ്മൾ അളന്നെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കേക്കിലേക്കുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് അളന്നെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ചിലപ്പം ഗ്രാമിലായിരിക്കാം, ചിലപ്പം കപ്പളവിലായിരിക്കാം, അല്ലെങ്കിൽ പൗണ്ട്, അങ്ങനെ ഏതാണോ നമ്മൾ എടുക്കുന്നത് ആ അളവ് ശരിക്കും കറക്റ്റായിട്ട് വരുന്ന സമയത്താണ് ആ കേക്ക് സോഫ്റ്റും ലൈറ്റും ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ റെസിപ്പിയിൽ പറയുന്ന അതേ രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ വളരെ ടഫായിരിക്കും. നമ്മളത് മിക്സ് ചെയ്യുന്ന രീതി ഒന്ന് മാറ്റിയെടുക്കുമ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് ടഫായിരിക്കും. മാത്രമല്ല കേക്ക് ചിലപ്പോൾ ഹാർഡായി പോകാനും ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ബേക്ക് ചെയ്യാനെടുക്കുന്ന പാനിൻ്റെ സൈസ് നമ്മൾ മെഷർ ചെയ്തെടുത്തിട്ടുള്ള നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ആ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വരുന്ന ആ ഒരു കേക്ക് ബാറ്റർ നമുക്ക് കൃത്യമായിട്ട് ഒഴിച്ച് കൊടുത്ത് ബേക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കേക്ക് ടിന്നല്ല നമ്മൾ എടുക്കുന്നതെങ്കിൽ അപ്പം ചിലപ്പോൾ നമുക്ക് അതിനേക്കാളും ഓവർഫ്ലോ ആയിട്ട് വരും, അതല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആയിട്ട് വരും, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായിരിക്കും. അത് മാത്രമല്ല നമ്മൾ എടുക്കുന്ന ടെമ്പറേച്ചർ, നമ്മൾ ഓവനാണെങ്കിലും ഇപ്പം നമ്മൾ ഹോം മെയ്ഡ് ഓവനാണെങ്കിലും എന്ത് തന്നെ ആയാലും അത് നമ്മൾ അതിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ കറക്റ്റ് അല്ല. അതിൻ്റെ ടെമ്പറേച്ചർ ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഓവനില്ലാത്തവരാണ് ചെയ്യുന്നതെങ്കിൽ ഉപ്പൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അത് അടപ്പ് ചിലപ്പം ചെരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ലേശം പുറത്തേക്ക് കാറ്റ് പോകുന്ന രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗം പൊങ്ങി വരാതിരിക്കാം, അല്ലെങ്കിൽ മുകൾ ഭാഗം സെറ്റ് ആവാതിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള ഒരുപാട് പേര് പറയാറുണ്ട്. ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഒരുപാട് പേർക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് കേക്കിൻ്റെ മുകൾ ഭാഗം കൃത്യമായിട്ട് വെന്ത് വരുന്നില്ല എന്നുള്ളത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേക്കിന് മുകൾ ഭാഗത്തുനിന്നും കറക്റ്റ് ലെവലിൽ ചൂട് കിട്ടാത്തത് കൊണ്ടാണ് കേക്കിൻ്റെ മുകൾ ഭാഗം എപ്പോഴും തൊട്ട് കഴിയുമ്പോൾ അതൊന്ന് കുറച്ചുകൂടെ സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മുകൾ ഭാഗം ബേക്ക് ആവാനുള്ള ഒരു ചൂട് അതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് അതിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മൾ അളന്നെടുക്കുന്ന ചേരുവകൾ, എന്തൊക്കെ ചേരുവകളാണ് നമ്മളൊരു കേക്ക് ഉണ്ടാക്കാനായിട്ട് അളന്നെടുക്കാറുള്ളത്? സാധാരണ മെയിനായിട്ട് ഒരു 9 ചേരുവകളാണ് ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അളന്നെടുക്കുന്നത്. അതിൽ ഒന്നാമത് വരുന്നത് ഫ്ലോറ്. ഈ ഫ്ലോറ് നമ്മൾ എന്തിനാണ് കേക്കിൽ ചേർക്കുന്നതെന്നറിയാം? ആ ഫ്ലോറ് ചേർക്കുമ്പോഴാണ് ആ കേക്കിന് അല്ലെങ്കിൽ ആ ഒരു കപ്പ് കേക്കിന് കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ കിട്ടുന്നത്. പിന്നെ രണ്ടാമത് വരുന്നതാണ് ഷുഗർ ചേർക്കുന്നത് അതിന് ആ കേക്കിന് അല്ലെങ്കിൽ ആ സ്വീറ്റ് ഡിഷിന് മധുരം നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ ചേർക്കുന്നത്. ഐസിങ് ഷുഗറോ എന്ത് ഷുഗർ തന്നെ ആയാലും അത് നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് അതിന് സ്വീറ്റ്നെസ് കിട്ടുക എന്നുള്ള ഒരു പർപ്പസ് മാത്രമാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പഞ്ചസാര പൊടിച്ച് ചേർത്തിട്ടില്ലെങ്കിൽ കേക്ക് സോഫ്റ്റ് ആവില്ലേന്ന്. കേക്ക് സോഫ്റ്റ് ആവുന്നതും പഞ്ചസാരയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത്. പൊടിച്ചിട്ടോ പൊടിക്കാതോ ചേർക്കുന്നതും കേക്കിൻ്റെ സോഫ്റ്റ്നെസ്സും തമ്മിൽ ഒരു പ്രത്യേകത ഇതൊന്നുമില്ല. അത് മിക്സ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസമാണ് അത് സോഫ്റ്റാണോ ഹാർഡാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ചേരുവ എന്ന് പറയുന്നത് എഗ്ഗാണ്. എഗ്ഗ് ചേർക്കുന്നത് പ്രധാനമായിട്ടും 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് ഫ്ലേവർ ഇമ്പ്രൂവ് ചെയ്യാം, മറ്റൊന്ന് കേക്കിൻ്റെ കളർ ഇമ്പ്രൂവ് ചെയ്യാം,
പിന്നെ മൂന്നാമത്തത് കേക്കിന് നല്ലൊരു സ്ട്രക്ചർ കൊടുക്കുക. നാലാമത്തത് അതൊരു നല്ലൊരു ലീവനിങ് ഏജൻ്റാണ്. ലീവനിങ് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചെയ്യുന്ന പ്രവർത്തനം എഗ്ഗ് മാത്രം ചേർത്താലും ചില കേക്കുകളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു കേക്ക് എഗ്ഗ് മാത്രം വെച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർക്കൊക്കെ അറിയാം, എഗ്ഗ് മാത്രം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആൻഡ് ലൈറ്റായിട്ട് മാറുന്നത് അത് ആ എഗ്ഗിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനും അതുപോലെ തന്നെ എയർ ബബിൾസും തമ്മിലുള്ള ഒരു ബോണ്ടിങ് കാരണമാണ്. അപ്പോൾ എഗ്ഗ് നല്ലൊരു ലീവനിങ് ഏജൻ്റായിട്ട് കേക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നാലാമത് വരുന്നത് ലിക്വിഡ്സ് ആണ്. ലിക്വിഡ്സിൽ വരുന്നത് വാട്ടർ ഓർ മിൽക്ക്. ഇത് നമ്മൾ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ലിക്വിഡ്സ് ആഡ് ചെയ്യുമ്പോൾ. മാത്രമല്ല അത് കേക്കിന് നല്ല മോയ്സ്ചർ പ്രദാനം ചെയ്യുകയും ചെയ്യും. പിന്നെ അഞ്ചാമത്തത് സോൾട്ട് ചേർക്കുന്നത് ഒന്നാമത് ഫ്ലേവർ ഇൻക്രീസ് ചെയ്യാം, മറ്റൊന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഷുഗർ അല്ലെങ്കിൽ സ്വീറ്റ്നെസ് ബാലൻസ് ചെയ്യുക എന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആറാമത്തത് വരുന്നത് ഫാറ്റ് കണ്ടൻ്റ് ആണ്. ഫാറ്റ് കണ്ടൻറ്റ് നമ്മൾ എന്തിനാണ് കേക്കിൽ ചേർക്കുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ കേക്കിൽ ബാറ്റർ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഗ്ലൂട്ടൻ ഫോം ചെയ്യും. ആ ഗ്ലൂട്ടനാണ് നമ്മളെ കേക്ക് സോഫ്റ്റ് ആക്കുന്നതും അത് ഫോം ചെയ്ത് അതിങ്ങനെ പൊങ്ങി ഇങ്ങനെ ആ സ്ട്രക്ചറിൽ നിൽക്കാനായിട്ട് സഹായിക്കുന്നതും എല്ലാം. അപ്പോൾ അതിനെ ടെൻഡറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂട്ടൻ നമ്മൾ ഫാറ്റ് ചേർക്കുന്നത്. ആ ഗ്ലൂട്ടന് ടെൻഡറൈസ് ചെയ്യാന്നുള്ളത്. പക്ഷേ നമ്മൾ ഫാറ്റായിട്ട് ചേർക്കുന്നത് ചിലപ്പോൾ ബട്ടർ ആവാം, ചിലപ്പോൾ മാർഗറിൻ ആവാം, ചിലപ്പോൾ ഏതെങ്കിലും ഹൈഡ്രജനേറ്റഡ് വെജിറ്റബിൾസ് ഓയിൽസ് ആവാം. അത് എല്ലാം ഒരേ കാറ്റഗറിയിലാണ് വരുന്നത്. എല്ലാം ചെയ്യുന്നത് സെയിം പർപ്പസ് തന്നെയാണ് കേക്കിൽ. പിന്നെ വരുന്നത് സെവൻത്ത് വൺ ലീവനിങ് ഏജൻ്റ് ആണ്. ലീവനിങ് ഏജൻ്റ് എന്ന് പറയുമ്പോൾ എഗ്ഗ് ആവാം, ബേക്കിംഗ് പൗഡർ ഓർ ബേക്കിംഗ് സോഡ. എഗ്ഗ് നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഇതിൽ നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മാത്രം ഉൾപ്പെടുത്താം. അപ്പോൾ അത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കേക്കിന് പൊങ്ങി വരാനായിട്ട് സഹായിക്കും. മാത്രമല്ല ചെറിയ ചെറിയ എയർ ബബിൾസ് പോലത്തെ ചെറിയ ചെറിയ പോർസ് ഉണ്ടായിട്ട് നല്ല ആ ഒരു സ്ട്രക്ചറിൽ കേക്ക് നിൽക്കാനും അതുപോലെ തന്നെ ലൈറ്റായിട്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ വെയ്റ്റ്ലെസ് ആയിട്ട് തോന്നുന്നില്ല. കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള കേക്ക്സ് തൊട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു ഒട്ടൊരു വെയിറ്റ് ഇല്ലാത്തതുപോലെ തോന്നും. അത് നമ്മൾ ചേർക്കുന്ന ലീവനിങ് ഏജൻസിൻ്റെ ഒരു പ്രവർത്തനം മൂലമാണ് സംഭവിക്കുന്നത്. വരുന്നത് എയ്ത്ത് വൺ ക്രീം ഓഫ് ടാർട്ടാർ. ക്രീം ഓഫ് ടാർട്ടാർ എന്ന് പറയുന്നത് ഒരു ആസിഡാണ്. അത് നമ്മൾ ചേർക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ എഗ്ഗ് വൈറ്റ് മിക്സ് ചെയ്തൊക്കെ ചേർക്കുന്ന കേക്കുകളുണ്ടോ, ഷിഫോൺ കേക്ക് അതുപോലെ സ്പഞ്ച് കേക്കൊക്കെ. അപ്പോൾ ആ എഗ്ഗ് വൈറ്റ് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ക്രീം ഓഫ് ടാർട്ടാർ എന്ന് പറയുന്ന ഈ ഒരു ആസിഡ് ചേർത്ത് കഴിയുമ്പോൾ ആ എഗ്ഗ് വൈറ്റിനെ ഒന്നുകൂടെ വൈറ്ററാക്കും. അതുമാത്രമല്ല അത് കേക്കിനെ ഒന്നുകൂടെ ഗ്രെയിൻ ഫൈനർ ആക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ക്രീം ഓഫ് ടാർട്ടാർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് അര ടീസ്പൂൺ ക്രീം ഓഫ് ടാർട്ടാർ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് 1 ടീസ്പൂൺ വിനാഗിരിയോ അതല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ 9th വൺ എന്ന് പറയുന്നത് ഫ്ലേവറിങ് ഏജൻറ്റ്സ്. അതിപ്പോൾ വാനില ഫ്ലേവർ ആവാം, ചോക്ലേറ്റ് ഫ്ലേവർ ആവാം, അതെല്ലാം മാംഗോ ഫ്ലേവർ ആവാം. എന്ത് ഫ്ലേവറാണോ നമ്മൾ കേക്കിൽ ചേർക്കുന്നത് അത് നമ്മൾ ചേർക്കുന്നത് ആ കേക്ക് ഒരു സ്പെഷ്യൽ കേക്കാക്കി മാറ്റാനാണ്. നമ്മൾ ഈ മുൻപ് പറഞ്ഞിട്ടുള്ള ചേരുവകളെല്ലാം ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കേക്കിൽ ഏറ്റവും അവസാനം പറയുന്ന ഈ ഒരു ചേരുവ ചേർക്കുന്ന സമയത്താണ് അത് നമ്മൾ വാനില കേക്കാണ് അല്ലെങ്കിൽ ചോക്ലേറ്റ് കേക്കാണ്, അതല്ലെങ്കിൽ ഒരു ബട്ടർ കേക്കാണ്, അതല്ലെങ്കിൽ മറ്റെന്തോ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന കേക്ക് അതെന്താണോ അതാക്കി മാറ്റുന്നത് അതിൽ ചേർക്കുന്ന ആ ഫ്ലേവറിങ് ഏജൻ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എന്താണ് കേക്കിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇൻഗ്രീഡിയൻസിൻ്റെ പർപ്പസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് പൊതുവെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കേക്ക്സിനെ എത്ര എണ്ണമായിട്ട് തരംതിരിക്കുക, അത് ഏതൊക്കെയാണ്, അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ബ്രീഫ് നോട്ട് കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കുറച്ച് ലോങ് ആണ്, അപ്പോൾ നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കുക. ഞാൻ വളരെ സ്പീഡിലാണ് ഇത് പറഞ്ഞിട്ട് പോകുന്നത്.
കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങനെ എനിക്ക് പേര് പെട്ടെന്ന് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഒരാളെന്ന് പറയുന്നത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉറങ്ങി എണീറ്റതുപോലെ. അപ്പോൾ ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് പറയുന്നതും കുറച്ചുകൂടെ കേൾക്കാനും അത് മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ സ്ലോ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ബുദ്ധിമുട്ടായിട്ട് തോന്നി എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് കുറച്ചുകൂടെ സ്പീഡായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. കേക്കിനെ പൊതുവെ 3ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒരു ബോർഡർ ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഷോർട്ടൻ കേക്ക്. ഒന്നാമത് വരുന്നതാണ് ഷോർട്ടൻഡ് കേക്ക്സ് അല്ലെങ്കിൽ കൺവെൻഷണൽ ഓർ ക്രീംഡ് കേക്ക്സ്. രണ്ടാമത് വരുന്നത് അൺഷോർട്ടൻഡ് കേക്ക്സ് അല്ലെങ്കിൽ ഫോം കേക്ക്സ്. മൂന്നാമത്തത് വരുന്നത് ഷിഫോൺ കേക്ക്സ്. ഒന്നുകൂടെ പറയാം, ഷോർട്ടൻഡ് കേക്ക്സ്, അൺഷോർട്ടൻഡ് കേക്ക്സ് ആൻഡ് ഷിഫോൺ കേക്ക്സ്. ഷോർട്ടൻ കേക്ക്സിൻ്റെ മറ്റൊരു പേരാണ് കൺവെൻഷണൽ ഓർ ക്രീംഡ് കേക്ക്സ്. അൺഷോർട്ടൻ്റെ മറ്റൊരു പേരാണ് ഫോം കേക്ക്സ്. പിന്നെ നമ്മൾ എഗ് വൈറ്റ് സെപ്പറേറ്റ് എടുത്ത് ബീറ്റ് ചെയ്ത് ചേർക്കുന്ന ഷിഫോൺ കേക്ക്സ്. അപ്പോൾ എന്താണ് ഇനി ഷോർട്ടൻ കേക്ക്സ് എന്ന് പറയാം. ഷോർട്ടൻ കേക്ക്സിൽ ഫാറ്റ് കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ അൺഷോർട്ടൻ കേക്ക്സിനെ അപേക്ഷിച്ച് അതിൽ ഫാറ്റ് കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ മുതലായിട്ടുള്ള ലീവനിങ് ഏജൻറ്റ്സ്, നേരത്തെ പറഞ്ഞ ലീവനിങ് ഏജൻറ്റ്സ് ആയിട്ടുള്ള ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതൊക്കെ ചേർത്തിട്ട് അതിൻ്റെ സ്ട്രക്ചറും അതുപോലെ സോഫ്റ്റ് ആൻഡ് ലൈറ്റാക്കി എടുത്തിട്ടുള്ള ഒരു കേക്കാണ് ഷോർട്ടൻ കേക്ക്. ഒരു കേക്ക് എന്നല്ല, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കേക്ക്സിന് മൊത്തമായിട്ട് പറയുന്ന പേരാണ് ഷോർട്ടൻ കേക്ക്സ്. ഈ കേക്ക് എന്താണെന്ന് പറഞ്ഞാൽ അത് വളരെ സോഫ്റ്റ് ആയിരിക്കും, മോയ്സ്റ്റ് ആയിരിക്കും, വെൽവെറ്റി ആയിരിക്കും. എല്ലാ രീതിയിലും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്കായിരിക്കും അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന കേക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ക്രീമിംഗ് മെത്തേഡിലും അതുപോലെ വിപ്പിംഗ് മെത്തേഡിലുമാണ്. നമ്മൾ അളന്നെടുക്കുന്ന ചേരുവകൾ മിക്സ് ചെയ്യുന്നതിന് ചില പ്രത്യേക പേരുകളുണ്ട്. അത് ഓരോ മെത്തേഡാണ്. അത് പിന്നീട് ഒരു ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പെട്ട ഒരു മെത്തേഡാണ് ക്രീമിങ്ങും വിപ്പിങ്ങും അതുപോലെ ഫോൾഡിങ്ങും ഒക്കെ പറയുന്നത്. അപ്പോൾ ഈ ഷോർട്ടൻഡ് കേക്ക്സ് പ്രധാനമായിട്ടും മിക്സ് ചെയ്യുന്നത് ക്രീമിംഗ് മെത്തേഡിലാണ് അല്ലെങ്കിൽ വിപ്പിംഗ് മെത്തേഡിൽ. അപ്പോൾ ഈ ഷോർട്ടൻ കേക്ക്സിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് റെഡ് വെൽവെറ്റ് കേക്ക്, അതുപോലെ ചീസ് കേക്ക്സ്, ബനാന കേക്ക്സ്, ഡെവിൾസ് ഫുഡ് കേക്ക്, അങ്ങനെ വരുന്ന കേക്കുകളൊക്കെ ഈ ഒരു ഷോർട്ടൻ കേക്ക്സിൽ വരുന്നതാണ്. പിന്നെ വരുന്നത് രണ്ടാമത്തെ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള കേക്ക്സ് അൺഷോർട്ടൻ കേക്ക്സ് അല്ലെങ്കിൽ ഫോം കേക്ക്സ്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കേക്കിൽ ഫാറ്റ് കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ അൺഷോർട്ടൻഡ് കേക്ക്സിൽ ഫാറ്റ് കണ്ടൻറ്റ് ഒട്ടും തന്നെ അടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫാറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ, ബട്ടർ, മാർഗരിൻ മുതലായ ഒന്നും തന്നെ അൺഷോർട്ടൻഡ് കേക്ക്സിൽ ചേർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചേർക്കാതെ ഉണ്ടാക്കുമ്പോൾ പൊങ്ങി വരുമോ എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഈ കേക്ക് പൊങ്ങി വരാനും അതിൻ്റെ സ്ട്രക്ചർ നിലനിർത്താനും സഹായിക്കുന്നത് അതിൽ അടങ്ങിയിട്ടുള്ള എയറും അതുപോലെ സ്റ്റീമുമാണ്. ഇതിൻ്റെ മിക്സിങ് നമ്മൾ ചെയ്തെടുക്കുന്നത് ബീറ്റിങ്, കട്ടിങ് ആൻഡ് ഫോൾഡിങ് മെത്തേഡിലാണ് ഈ കേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഏഞ്ചൽസ് കേക്ക്, വൈറ്റ് ഏഞ്ചൽ കേക്ക്, ഏഞ്ചൽസ് ഫുഡ് കേക്ക്, പിന്നെ സ്പഞ്ച് കേക്ക്. ഇപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സ്പഞ്ച് കേക്ക്, കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന സ്പഞ്ച് കേക്ക് ഈ ഒരു അൺഷോർട്ടൻ കേക്ക്സിന് എക്സാമ്പിളാണ്. പിന്നെ ഈ അൺഷോർട്ടൻ കേക്ക്സിനെ തന്നെ നമുക്ക് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. ഒന്ന് വൈറ്റ് ഏഞ്ചൽ കേക്കും അതുപോലെ യെല്ലോ സ്പഞ്ച് കേക്കും.
അത് യെല്ലോ സ്പഞ്ച് കേക്ക് എന്ന് പറഞ്ഞാൽ ഹോൾ എഗ്ഗ് മുഴുവനായിട്ടും ഒരു എഗ്ഗ് മുഴുവനായിട്ടും ബീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ മഞ്ഞക്കരു സെപ്പറേറ്റ് ചെയ്തിട്ട് വൈറ്റ് ബീറ്റ് ചെയ്ത് ചേർക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ വൈറ്റ് ഏഞ്ചൽ കേക്ക് എന്ന് പറയുമ്പോൾ എഗ്ഗ് വൈറ്റ് മാത്രം വെച്ചിട്ട് ബീറ്റ് ചെയ്ത് അതിൽ നമ്മൾ കട്ടിങ് ആൻഡ് ഫോൾഡിങ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കേക്കുകൾ. അപ്പോൾ 2 ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് ഷിഫോൺ കേക്ക്. ഷിഫോൺ കേക്ക് എന്ന് പറയുമ്പോൾ അൺഷോർട്ടൻ കേക്ക്സിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു കാറ്റഗറിയാണ്. ഷോർട്ടൻ കേക്ക്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഫാറ്റ് കണ്ടൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല, ക്രീമിങ് ചെയ്തിട്ട് ചേർക്കുകയാണ്. നേരെ മറിച്ച് അൺഷോർട്ടൻ കേക്ക്സിലാണെങ്കിൽ എഗ്ഗ് ബീറ്റ് ചെയ്ത് അല്ലെങ്കിൽ വിപ്പ് ചെയ്ത് ഫ്ലഫി ആക്കിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഷിഫോൺ കേക്കിൽ വരുമ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫാറ്റ് കണ്ടൻറ്റും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഷിഫോൺ കേക്കിൽ മാക്സിമം ലിക്വിഡ് ഷോർട്ടനിങ് അതായത് വെജിറ്റബിൾ ഓയിൽസൊക്കെയാണ് അധികവും ചേർക്കാറുള്ളത്. പക്ഷേ ഷോർട്ടൻ കേക്ക്സിൽ സോളിഡ് ഫാറ്റ് അതായത് ബട്ടർ, മാർഗരിൻ അങ്ങനെയുള്ളതൊക്കെയാണ് ചേർക്കുന്നത്. ഷിഫോൺ കേക്കിൽ വരുമ്പോൾ ഹൈഡ്രജനേറ്റഡ് വെജിറ്റബിൾ ഷോർട്ടനിങ് അല്ലെങ്കിൽ കുക്കിംഗ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മിക്സിംഗ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്, ബീറ്റിങ്ങും കട്ടിങ് ആൻഡ് ഫോൾഡിങ്ങും. പിന്നെ എക്സാമ്പിൾ വരുന്നത് വാനില ഷിഫോൺ കേക്ക്, ഓറഞ്ച് ഷിഫോൺ കേക്ക്, ഓറഞ്ച് ജെല്ലി റോള് മുതലായവയൊക്കെയാണ്. അപ്പോൾ കേക്ക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്നുകൂടെ സംഗ്രഹിച്ച് ഞാൻ പറയാം. ഷോർട്ടൻ കേക്ക്സ് ഓർ കൺവെൻഷണൽ ഓർ ക്രീംഡ് കേക്ക്സ്, അൺഷോർട്ടൻ കേക്ക്സ് ഓർ ഫോം കേക്ക്സ്, ഷിഫോൺ കേക്ക്സ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഷോർട്ടൻ കേക്ക്സിൽ സോളിഡ് ഫാറ്റ് അതായത് ബട്ടർ അല്ലെങ്കിൽ മാർഗരിൻ യൂസ് ചെയ്യുന്നുണ്ട്. അൺഷോർട്ടൻഡ് കേക്ക്സിൽ ഫാറ്റ് അല്ലെങ്കിൽ ഷോർട്ടനിങ് യൂസ് ചെയ്യുന്നേ ഇല്ല. പിന്നെ ഷിഫോൺ കേക്ക്സിൽ ഹൈഡ്രജനേറ്റഡ് വെജിറ്റബിൾ ഷോർട്ടനിങ് അല്ലെങ്കിൽ കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. I need all of your support. Please subscribe me. ഇൻഷാ അല്ലാഹ് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Thank you for watching.